ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. പിന്നെ ഫ്രണ്ട് ഒരു പിടുത്തം പോലെ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് പിടുത്തം ഉണ്ടെന്നുള്ള പറഞ്ഞാണ്. വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ സർവീസിനായിട്ട് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. അത്യാവശ്യം നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണിത്. അതിൻ്റെ ബെയറിങ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ബാക്കിലത്തെ ടയർ കിടക്കുന്നത് നല്ല ടയറല്ല, ഇത് പുതിയ ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ ഈ മോഡൽ ടയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡിൽ വെട്ടൽ പാളിച്ച കാര്യങ്ങളൊക്കെ കാണിക്കും. നിലവിൽ ഈ ടയറിൻ്റെ മാത്രമല്ല ഫ്രണ്ടിലും കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ കേസ് കാണിച്ചു തരാം. ഈ മോഡൽ ടയർ ഒരു കാരണവശാലും മേടിക്കാതിരിക്കുക. കാരണം ഈ പാറ്റേൺ നമുക്ക് കമ്പനി വരുന്ന മോഡൽ സാപ്പർ മോഡൽ എന്ന് പറയും. അപ്പോളോ അല്ലെങ്കിൽ MRF ആണ് കുറേ കൂടി നല്ല ടയറായിട്ട് നമുക്ക് തോന്നണം കേട്ടോ. കാരണം അത് കംപ്ലയിൻറ്റ്സ് കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോളോ MRF, ഇനി അത് കിട്ടിയില്ലെങ്കിൽ CT യൂസ് ചെയ്യാം, കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും കേട്ടോ. പിന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചതിൻ്റെ ഓയിൽ ഗിയർ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഓയിൽ ലെവൽ കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ക്ലച്ച് സൈഡിൽ ഇവിടെ ലീക്ക് ഉണ്ട്. ഈ സൈഡ് കുറച്ച് ലീക്കായിട്ട് ഓയിൽ ചടി പോകുന്നുണ്ട്. അപ്പോൾ ഗിയർ ഓയിൽ നമുക്ക് മാറ്റണം. അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നുണ്ട്. അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് നമ്മൾ അഴിച്ചേക്കണതാണ്. അപ്പോൾ ക്ലച്ചിനകത്താണ് നമുക്ക് ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്ത് ലീക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഓയിൽ സീൽ മാറ്റിയതിന് ശേഷം നമുക്കത് ഗിയർ ഓയിലും കൂടി ചേഞ്ച് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്റർ ഈ ക്ലച്ചിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. ക്ലച്ച് ഷൂ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ ക്ലച്ചിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് ഗ്രീസ് ചെയ്യുക, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഒരിച്ചിൽ മാറ്റാം, റീസെറ്റ് ചെയ്യുക, അത്രയാണ് മെയിനായിട്ടുള്ളവർക്ക് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അത് കൈയോടെ തന്നെ അഴിച്ച് നമുക്ക് ആ ഗ്യാസ്കറ്റ് മാറ്റിയിടുന്നതാണ് ബെറ്റർ. അപ്പോൾ ഗ്യാസ്കറ്റ് മാറ്റുമ്പോൾ കൂട്ടത്തിക്കടെ എൻ്റെ ഈ ബോൾട്ടിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ ഓരോ ഒലിച്ചിൽ പോലെ ഒരു റബ്ബർ തന്നെയുണ്ട്, അതും കൂടി കൂട്ടത്തിക്കടെ മാറ്റിയിടേണ്ടി വരും കേട്ടോ. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. കാർബറേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്റർ ക്ലീനിങ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുന്ന വണ്ടികളുടെ കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ 10 വണ്ടിയെടുത്ത് 8 വണ്ടി കംപ്ലയിൻ്റ് ഉണ്ട്. ഓവർഫ്ലോ, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് കാണിക്കാറുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് ഇതുവരെ ആ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഈ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ തന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലിങ്ക് കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ കംപ്ലയിൻറ്റ് ഇപ്പോൾ ഇല്ലെങ്കിലും പിന്നീട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റിയിടാം. അത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് പാളൽ വെട്ടൽ കാണിക്കുന്നതിന് 1-2 കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് അതിൻ്റെ ബുഷുകൾ, ലിങ്കിൻ്റെ ബുഷുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അത് നമുക്ക് സെറ്റ് മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നല്ല രീതിയിലുള്ള പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഗ്രീൻ ബുഷും കംപ്ലയിൻറ്റാണ്, ഓവലായി പോയേക്കാണ്. അതിനേക്കാളും ഉപരി ഫ്രണ്ട് ടയർ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫ്രണ്ട് ടയറിനകത്ത് എൻ്റെ തേയ്മാനം നോക്കുമ്പോൾ അറിയാം. ഇത് ഓരോ ഭാഗത്തും ഒരു വെട്ടിത്തേഞ്ഞിട്ടുള്ള തേയ്മാന രീതിയിലാണ് വന്നേക്കണേ. കറക്റ്റായിട്ടുള്ളൊരു ഇതല്ല. ഇതാണ് ശരിക്കും സാപ്പർ മോഡൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും സാപ്പർ മോഡൽ. ഇത് തന്നെ യൂസ് ചെയ്യണം നമ്മൾ. പക്ഷേ നമുക്ക് അതിനകത്ത് കമ്പനിയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഏത് ടയറിൻ്റെ കമ്പനിയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ശരിക്കും വെട്ടിത്തേൽ തുടങ്ങിയിട്ടുണ്ട്, വേറെ ഓപ്ഷനില്ല. പരമാവധി ഉപയോഗിച്ച് തീർക്കാതിന് ശേഷം മാറ്റിക്കളയാം. പിന്നെ ഫ്രണ്ട് ഹാൻഡിൽ ക്ലിയറായിട്ട് നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 2 കാരണമാണ്. ഒന്ന് ഫ്രണ്ട് ടയർ ഡാമേജാണ്, പിന്നെ ബാക്ക് ടയർ ആ മോഡൽ ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് കറക്റ്റ് സെറ്റിങ്സിൽ കിട്ടില്ല. കാരണം വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കാനായിട്ട് പറ്റില്ല. ടയറുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. പിന്നെ വീൽ ബെയറിങ്ങിൻ്റെ പ്ലേ തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ബുഷ് പോയി കിടന്ന് ഓടുമ്പോൾ തന്നെ വേറെ കംപ്ലയിൻറ്റ് ഹാൻഡിൽ ബെയറിങ്, അതായത് കോൺസെറ്റ്, അതും ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം നമ്മൾ ടയറൊക്കെ ഓൾറെഡി ഡാമേജാണ്, അതങ്ങനെ തന്നെ നിർത്താം. ബുഷുകൾ മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. വണ്ടിയുടെ വെട്ടൽ പാളിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം ടയറിൻ്റെ ആണ് മെയിൻ പ്രോബ്ലം. അത് റെഡി ആക്കാതെ കൊണ്ട് നമ്മുടെ കംപ്ലയിൻറ്റ് മാറില്ല. അപ്പോൾ അത് പരമാവധി യൂസ് ചെയ്യുക. മാറ്റുമ്പോൾ ഈ പറഞ്ഞ പോലെ പറ്റുമെന്നുണ്ടെങ്കിൽ MRFിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുക. MRFോ അല്ലെങ്കിൽ അപ്പോളോ യൂസ് ചെയ്യുക കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമുക്ക് കുറേ കംപ്ലയിൻസുകൾ നമ്മളിങ്ങനെ ഫേസ് ചെയ്യണോണ്ടാണ് പറയണേ കുറച്ചുകൂടി നല്ല ബ്രാൻഡുകൾ നോക്കി എടുക്കാൻ പറയണതിൻ്റെ കേസ്. പിന്നെ അതേപോലെ തന്നെ 2023 ബാറ്ററി ഇരിക്കണേ, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.40 ആ റേഞ്ചിലൊക്കെ വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂട്ടത്തിക്കടെ നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് പോകണമെന്ന് മാത്രം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് കൂടിയും കൂട്ടത്തിക്കടെ നടത്തി വിടുന്നുണ്ട്.
അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനകത്ത് മാറ്റിയിട്ട് എൻ്റെ പാർട്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന് നമുക്ക് ഗിയർ ഓയിൽ മാറ്റണം. ഗിയർ ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഗിയർ ഓയിൽ മാറ്റണം. ക്ലച്ചിൽ വരുന്ന ഓയിൽ സീൽ നമുക്ക് മാറ്റിയിടണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും നമ്മൾ ചേഞ്ച് ചെയ്തിടണം. സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് പൊടിഞ്ഞു പോയേക്കണം, അത് നമുക്ക് മാറ്റിയിടണം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിടണം. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ട്, അതും ചേഞ്ച് ചെയ്തിടാം. വീൽ ബെയറിങ്ങും കോൺസെപ്റ്റും ചെറിയൊരു കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രം ഇപ്പോൾ നമ്മൾ മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഫീലിംഗ് കിട്ടില്ല. ടയർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ അത് ചെയ്താൽ മതി. എന്നാലാണ് നിങ്ങൾക്ക് വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ചെയ്തതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ടയർ രണ്ടും കിടക്കണതുകൊണ്ട് തന്നെ നമുക്ക് പാളിച്ചയൊക്കെ മാറാൻ പോകണില്ല. പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് കാരണം കഴിഞ്ഞാൽ അത് മാറ്റണ കൂട്ടത്തിൽ കൂടെ കോൺസെപ്റ്റും മാറ്റിയിടാം, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് സെറ്റും മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടുന്നുണ്ട്. എഞ്ചിൻ ഓയിലും ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.